കേരള സർക്കാരും കുടുംബശ്രീയും സംയുക്തമായി തദ്ദേശ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ നടപ്പിലാക്കുന്ന ഹാപ്പി കേരളം പദ്ധതിയുടെ വിശദീകരണം വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഉഷ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് பொங்கல் திருவிழா ஆரம்பம். தங்க திருவிழா ஆஃபர். நீங்கள் வாங்கும் அனைத்து தங்க நகைகளுக்கும் சேதாரத்திலிருந்து 30% வரை தள்ளுபடி. தங்கத்துக்கு மட்டும்தானா? ஜிலிஜிலின்னு ஜொலிக்கிற பெரும்பான்மையான வெள்ளி பொருட்களுக்கும் கூட செய்குலியும் சேதாரமும் இல்ல. அது மட்டும் இல்லாம வெள்ளி நகைகளுக்கு MRP விலையிலிருந்து 20% வரைக்கும் தள்ளுபடி. ஜுவல் வாங்குற எல்லாருக்குமே சர்ப்ரைஸ் கிஃப்ட் ஒண்ணு இருக்கு. இந்த ஆஃபர் எல்லாமே எப்பன்னு தானே பாக்குறீங்க? டிசம்பர் 20ஆம் தேதியில இருந்து ஜனவரி 20ஆம் தேதி வரைக்கும் மட்டும்தான். பொங்கல் பொங்கட்டும், பொன் பெருகட்டும், மகிழ்ச்சி நிலைக்கட்டும். കേരള സർക്കാരും കുടുംബശ്രീയും സംയുക്തമായി തദ്ദേശ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ നടപ്പിലാക്കുന്ന ഹാപ്പി കേരളം പദ്ധതിയുടെ വിശദീകരണമാണ് വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ നടന്നത്. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ CDS ചെയർപേഴ്സൺ കുമാരി പുനിത അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ പ്രോഗ്രാം കോർഡിനേറ്റർ ഗോപിക ശിവൻ സ്വാഗതം ആശംസിച്ചു. തുടർന്ന് നടന്ന വിശദീകരണ യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഉഷ ഉദ്ഘാടനം ചെയ്തു. ഓരോ വ്യക്തിയുടെയും കുടുംബത്തിന്റെയും അതുവഴി സമൂഹത്തിന്റെയും സന്തോഷത്തെ തടസ്സപ്പെടുത്തുന്ന ഘടകങ്ങൾ തിരിച്ചറിയുകയും ആ തടസ്സങ്ങളെ മറികടന്ന സന്തോഷ സമൂഹം രൂപീകരിക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. നമ്മുടെ CDSനെയും ഈ ഒരു സ്കീമിൽ ഉൾപ്പെടുത്തിയത് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം പ്രോജക്റ്റിൻ്റെ പേര് തന്നെ ഹാപ്പി കേരളം. അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന 23 വാർഡുകളും അപ്പോൾ ഇവിടെ എല്ലാം എന്തുണ്ടാകണം? സന്തോഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു പ്രോജക്റ്റ് തന്നെ നടപ്പിലാക്കാനായിട്ട് ഗവൺമെൻറ് മുൻകൈ എടുത്തിരിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് S. ശ്രീരാമൻ, മെമ്പർ സെക്രട്ടറി സന്തോഷ് എന്നിവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. തുടർന്ന് പ്രോഗ്രാം റിസോഴ്സ് പേഴ്സൺ വിഷ്ണു ആനന്ദ് പദ്ധതിയുടെ വിശദീകരണം നൽകി. നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടനകളുടെ എല്ലാം ഈ ഹാപ്പി ഇൻഡെക്സ് പരിശോധിക്കുമ്പോൾ, സന്തോഷ സൂചിക പരിശോധിക്കുമ്പോൾ ഇന്ത്യ എന്ന രാജ്യം 124 സ്ഥാനത്താണ്. അതിലാകെ 146 രാജ്യങ്ങൾ മാത്രമാണുള്ളത്. അപ്പൊ നമ്മൾ പുറകീന്ന് വളരെ മുമ്പിലാന്ന് പറയേണ്ടി വരും അല്ലേ? 126ാമത്തെ സ്ഥാനമുള്ള രാജ്യത്ത് ജീവിക്കുന്ന നമ്മൾ, പൗരന്മാരായിട്ടുള്ള നമ്മളെ സംബന്ധിച്ച് നമുക്ക് സന്തോഷം നൽകുന്ന മറ്റൊരു കാര്യം കേരളം ഇതിൽ മുന്നിലാന്നുള്ളതാണ്. റിസോഴ്സ് പേഴ്സൺമാരായ സുനിൽ ജോണി, ആൻസി ജോസഫ്, ലില്ലിക്കുട്ടി, ഗ്രേസി ബാബു, കൃഷ്ണദേവി, രാഹുൽ R എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. 23 വാർഡുകളെ പ്രതിനിധീകരിച്ച് CDS മെമ്പർമാർ, CDS അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് കമ്മ്യൂണിറ്റി കൗൺസിലർ ആൽഫി ജോൺ യോഗത്തിന് നന്ദി അറിയിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.